ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഒരു റിയലിസ്റ്റിക് ഐസ് കണ്ണ് ഈസിയായി വരക്കാമെന്ന വീഡിയോ ചെയ്തു. നിങ്ങൾ കണ്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ റിയലിസ്റ്റിക് മൂക്ക് വരക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോഴും ഇതുപോലെയാണോ മൂക്ക് വരക്കുന്നത്? നിങ്ങൾക്കും റിയലിസ്റ്റിക്കായി ഇതുപോലെ മൂക്ക് വരക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വെൽക്കം ബാക്ക് ടു ഹാരിസ് കെ ആർട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂക്ക് വരക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് രണ്ട് കണ്ണുകൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചിത്രത്തിന് നമ്മൾ വരക്കുന്ന ചിത്രത്തിന് കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീല് കിട്ടും നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ട് കണ്ണുകൂടി വരക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരുടേതാണ്. അപ്പോൾ നമുക്കിനി മൂക്ക് വരക്കാൻ തുടങ്ങാം. ആദ്യം രണ്ട് കണ്ണിൻ്റെ, നമ്മുടെ നേരെയുള്ള കണ്ണായതുകൊണ്ട് രണ്ട് കണ്ണിൻ്റെയും ഈ ചിത്രത്തിൽ കണ്ടതുപോലെ സെൻട്രലായിട്ട് നമുക്ക് താഴത്തേക്കൊരു ലൈന് വരക്കാം. അതായത് രണ്ട് കണ്ണിൻ്റെ ഇടയിൽ നിന്ന് സെൻട്രലായിട്ട് താഴേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെ വരക്കാം. ഇനി ഏകദേശം താഴത്തുള്ള ആ ലൈനിൻ്റെ താഴത്ത് നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു സെൻട്രലായിട്ട് താഴത്തൊരു റൗണ്ട്, ഒരു വട്ടം വരച്ചു കൊടുക്കുക. ചിത്രത്തിൽ ഞാൻ കാണിച്ചതുപോലെ ഒരു സെൻട്രലുള്ള ഒരു റൗണ്ട്, ഒരു വലിയ റൗണ്ട്. അതിൻ്റെ വലതുഭാഗത്ത് മുകളിലായിട്ട് ഇതുപോലെ ചെറിയ രണ്ട് റൗണ്ടുകൾ ഇടത്തും വലത്തുമായിട്ട്. അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ താഴത്തുള്ള ഭാഗമാണത്. ഇനി നമുക്ക് ആ മൂക്കിൻ്റെ ഷേപ്പ്, അതായത് നിങ്ങൾ ആ പിക്ചറിൽ കണ്ടതുപോലെ മൂക്കിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് താഴത്ത് ആ റൗണ്ടിൻ്റെ ഇതൊന്ന് ജോയിൻ്റ് ഒന്ന് വരച്ചു കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു മൂക്കിൻ്റെ ഒരു സ്ട്രക്ചർ, അതായത് ഔട്ട്ലൈൻ അവിടെ കിട്ടും. പിന്നെ മുകളിൽ നിന്ന് ഇതുപോലെ നിങ്ങൾക്ക് താഴത്തേക്കും യോജിപ്പിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു മൂക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ട് പിക്ചറിലുള്ളതുപോലെ. അപ്പോൾ ബാക്കിയുള്ള ആ റൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇറേസർ വെച്ച് മായ്ച്ച് കളയാം. അപ്പോൾ അടുത്ത് നമ്മൾ അതൊന്നുകൂടി ഔട്ട്ലൈൻ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ചിത്രത്തിലുള്ള പോലെ മൂക്കിൻ്റെ ആ ഒരു ഭാഗം താഴത്ത് കുറച്ച് ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഉള്ളിലുള്ള ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇവിടെ ഒരു റിഫ്ലക്ഷൻ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. ആ ഒരു റിഫ്ലക്ഷൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഭാഗമാണ് റിഫ്ലക്ഷൻ വരുന്നത് മൂക്കിൻ്റെത്. അപ്പോൾ നിങ്ങൾ ഏത് ചിത്രമാണ് ചെയ്യുന്നത്, ഏത് മൂക്കാണ് വരക്കുന്നത്, അതിന് കണക്കായിട്ടുള്ള റിഫ്ലക്ഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ഈ ഏരിയയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഷെയ്ഡ് ചെയ്യണം. ഏകദേശം എല്ലാ ഭാഗത്തും നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റായിട്ട് 2B പെൻസിൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ HB പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ റിഫ്ലക്ഷൻ്റെ ഭാഗം മാത്രം ഒഴിച്ച് വെച്ച് ബാക്കി നമ്മൾക്ക് മൂക്കിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യും, നമ്മളത് റിയലിസ്റ്റിക്കായിട്ട് കിട്ടുകയുള്ളൂ. ഒരു ഭാഗം നമ്മൾ ഒഴിച്ചു വിടുന്നില്ല, എല്ലാ ഭാഗവും നമുക്ക് എന്ത് ചെയ്യാം, ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ടോ ബ്ലെൻഡിങ് സ്റ്റമ്പോ അല്ലെങ്കിൽ കോട്ടണോ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത, അതായത് 4B പെൻസിൽ കുറച്ചുകൂടി ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടി 4B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ ഏരിയ ആണോ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ആ ചിത്രത്തിലുള്ള ഏതൊക്കെ ഏരിയ ആണോ ഡാർക്ക്, അവിടെ ചെറിയൊരു ഡാർക്ക് കൂടി കൊടുക്കുകയാണ്. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടൊരു ഇത് ചെയ്യാൻ ഏറ്റവും ആവശ്യം എന്നുള്ളത്, നമ്മൾ ആദ്യം ആ ചിത്രം കണ്ട് എത്രത്തോളം ഡാർക്കും എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഡാർക്ക് പാർട്ട് അടിച്ചു വിട്ടാൽ, ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ നമുക്കത് റിയലിസ്റ്റിക്കായി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ആദ്യം ലൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുക, അതിന് മുകളിൽ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക.
അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതൊരു 8B പെൻസിലാണ്. ഈ 8B പെൻസിൽ കൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം, നല്ല ഡാർക്കുള്ള ആ ഒരു ഭാഗം ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചെറിയ ചെറിയ ലൈറ്റ് ഷെയ്ഡ് ചെയ്ത് വന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു റിയലിസ്റ്റിക് മൂക്കായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്കുള്ള ഈ ഒരു ഭാഗം മാത്രം ഞാൻ 8B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെയും ചിത്രത്തിൽ കുറച്ച് ഡാർക്ക് ഈ ഒരു സൈഡൊക്കെ ഡാർക്കാണ് അവിടെ, അതായത് ഷാഡോ അടിച്ചിട്ട് അതിലൊക്കെ ഡാർക്ക് ഉണ്ട്. അവിടെയൊക്കെ ഡാർക്ക്, അതായത് 8B പെൻസിലോ അല്ലെങ്കിൽ 6B അല്ലെങ്കിൽ 10B പെൻസിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്തതൊക്കെ നിങ്ങളിങ്ങനെ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബഡ്സോ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് കിട്ടുക. ചിത്രത്തിൽ ഈ ഒരു പാർട്ട് കുറച്ചും കൂടി ഡാർക്കാണ്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പം അതിന് താഴെ മീശയും ഇതൊക്കെ വരുമ്പോൾ അതിന് നല്ലൊരു ഡാർക്ക് കളറാണ്. അപ്പോൾ ഞാനിതിൽ മീശയൊന്നും ചെയ്യുന്നില്ല, ഈ ഒരു മൂക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു പാർട്ട് കൂടി ഞാൻ ഡാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു പാർട്ട് കുറച്ചൊന്ന് ഡാർക്കായി വരുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ 8B ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ കൂടുതൽ പ്രഷർ കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലൂടെ നമുക്ക് ഷെയ്ഡ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് ഏകദേശം എല്ലാ ഭാഗവും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗം കണ്ണിൻ്റെ ഇവിടെ നിന്നുള്ള ഈ മൂക്കിൻ്റെ മുകളിലുള്ള ഒരു ഭാഗത്ത് കുറച്ചൊരു ഡാർക്ക് ഉണ്ട്. നമുക്ക് അവിടെയും കുറച്ച് ഡാർക്ക് അടിച്ച് കൊടുക്കാം, എന്നാലേ കുറച്ചുകൂടി, അതായത് ഞാൻ 4B പെൻസിൽ ഉപയോഗിച്ചിട്ട് അവിടേക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തു. പിന്നെ താഴത്തും ഏകദേശം ഒന്ന് എല്ലായിടത്തും ഒന്ന് അത്യാവശ്യമുള്ള ഡാർക്ക് സ്പോട്ടിലൊക്കെ നമ്മളൊന്ന് കുറച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ തന്നെ നല്ലൊരു റിയലിസ്റ്റിക്കായ മൂക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ ഇറേസർ, അതായത് മോണോസീറോ ഇറേസർ ഉപയോഗിച്ചിട്ട് ഈ സെൻറ്ററിലുള്ള ഈ റിഫ്ലക്ഷൻ ഏരിയ നമ്മളൊന്ന് ഇറേസ് ചെയ്തെടുത്തു. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ചെറിയൊരു റിഫ്ലക്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ഇറേസർ ഉപയോഗിച്ചിട്ട് ചെറുങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ട് ഇതാ മൂക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ഫുൾ ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ റിഫ്ലക്ഷൻ്റെ ഭാഗമൊക്കെ ഇറേസ് ചെയ്താൽ തന്നെ നല്ലൊരു റിയലിസ്റ്റിക്കായി വരും. പിന്നെ മുകളിലത്തെ ഭാഗം നല്ല ഡാർക്കാണ് ഞാൻ ചിത്രത്തിൽ കണ്ട പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 8B പെൻസിൽ ഉപയോഗിച്ച് നല്ല ഡാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂക്ക് ഈസി ആയിട്ട് വരച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.